ADGP അജിത് കുമാറിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പൂരവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ പുതിയ പ്രിൻസിപ്പിൾ. എന്തൊരു വിശദീകരണമാണെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, ADGP പൂരം നടക്കാത്തതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് തനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് 23-ാം തീയതി ADGP സമർപ്പിച്ചു. 24 എൻ്റെ കയ്യിൽ കിട്ടി. പക്ഷേ അതിൽ കാര്യമായ ഈ ADGPക്ക് വീഴ്ചകളുണ്ടെന്ന് കാണുന്നുണ്ട്. ആ വീഴ്ചകൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. അതിനുവേണ്ടി കൂടുതൽ അന്വേഷണം നടത്താൻ വിശദമായ അന്വേഷണം നടത്താൻ DGPയെ തന്നെ വീണ്ടും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ADGPയെ ഈ ക്രമസമാധാന ചുമതലയുള്ള സീറ്റിൽ നിന്നും മാറ്റില്ല. അതിലിരുത്തിക്കൊണ്ട് അന്വേഷണം നടത്തും. മാധ്യമ പ്രവർത്തകർ അത് ചോദിച്ചു, എങ്ങനെയാണ് ഈ അതിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും അന്വേഷണം നടത്തുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന പ്രശ്നം ഇതിലില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ, ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്നും നടപടിയുടെ ഭാഗമായി മാറ്റി നിർത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ റിപ്പോർട്ട് കിട്ടേണ്ടതുണ്ട്. ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത്. ആരോപണം വന്നതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാളെ ഒഴിവാക്കുക എന്ന നിലപാടില്ല. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ ഫലപ്രദമായ നടപടി ഉണ്ടാകും. ADGP RSS നേതാക്കളെ കണ്ടതിൽ എൻ്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. ആ തീരുമാനം എടുക്കും. അതിലൊരു മാറ്റവുമില്ല. ADGP RSS നേതാക്കളെ കണ്ടതിൽ നിലപാട് പറയുക റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമാകും. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. അതായത് ഒരു സംഭവം നടന്ന് വലിയ വിവാദമായി, അത് വലിയ വിഷയമായി, അതിന്മേലൊരു അന്വേഷണം നടത്തിയിട്ട് ആ അന്വേഷണം ഏറ്റവും പോലീസ് മേധാവിയായ DGP തന്നെ ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തു. ആ അന്വേഷണം DGP തന്നെ റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുത്തു. റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഈ പറഞ്ഞ ആരോപണത്തിന് വിധേയനായ ഈ ഉദ്യോഗസ്ഥൻ, അതായത് ADGP, ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ചയുണ്ട്. അദ്ദേഹം ഈ സംഭവ സമയത്ത് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം അവിടെ പങ്കെടുത്തിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല, കാര്യങ്ങൾ തിരക്കിയിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയി കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് വീഴ്ചകൾ എണ്ണി DGP തൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടും മുഖ്യമന്ത്രിക്ക് അത് പോരാ. അപ്പോൾ ഈ മുഖ്യമന്ത്രിയും ADG തമ്മിലുള്ള ബന്ധം മാധ്യമങ്ങൾ സംശയം പറയുന്നതിൽ എന്താണ് തെറ്റ്? അത് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വിശദീകരണങ്ങൾ. ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ നീക്കാൻ പറ്റില്ല, വേണ്ട. ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ നീക്കണ്ട. പക്ഷേ DGP, കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് മേധാവി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് അതിനകത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ഇയാൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും ഇയാൾ ഇടപെടേണ്ടടുത്ത് ഇടപെട്ടില്ലെന്നും വിളിച്ചാൽ കിട്ടാതെ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നുവെന്നും ഇത്രയും വലിയ സംഭവം നടന്നിട്ടും തൃശ്ശൂർ ഉണ്ടായിരുന്നിട്ട് സ്ഥലത്ത് എത്തിയില്ല എന്നും വീഴ്ചകൾ പലതും ഉണ്ടായിരുന്നുവെന്നും എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചതെന്നും അതുകൊണ്ട് അയാൾ വീഴ്ച ഉണ്ടെന്നും അതുകൊണ്ട് ADGPയെ മാറ്റേണ്ടത് തന്നെയാണ് എന്നുള്ള റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയത്. എന്നിട്ടും ഇന്നത്തെ ക്യാബിനറ്റ് യോഗം കൂടിയിട്ട് വിശദമായ അന്വേഷണം നടത്തിയിട്ട് നടപടിയെടുത്താൽ മതി എന്നാണ് പറയുന്നത്. ശരി, നടപടിയെടുക്കുന്ന വിശദമായ അന്വേഷണം നടത്തിയിട്ട് മതി. കാരണം ഈ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന് ക്യാബിനറ്റ് കണ്ടെത്തിയ സ്ഥിതിക്ക് വിശദമായ അന്വേഷണം വന്നാൽ മതി. പക്ഷേ ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ, അതും DGPയുടെ റിപ്പോർട്ടിൽ തന്നെ വീഴ്ച ഉണ്ടെന്ന് കണ്ടതിന് ശേഷം, ഈ ADGPക്ക് വീഴ്ച ഉണ്ടെന്ന് എണ്ണി പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് നടപടിയെടുക്കണ്ട. അദ്ദേഹത്തിന്റെ സർവീസിൽ നിന്നുള്ള നടപടി എടുക്കണ്ട. പകരം അദ്ദേഹത്തിന്റെ ചുമതല, ഈ ക്രമസമാധാന ചുമതല എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. ഒരുപക്ഷെ DGPക്ക് കിട്ടുന്നതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് ക്രമസമാധാന ചുമതല എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തുന്നു, അതിനൊരു പ്രത്യേക സമിതി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് കേരളത്തിലെ ജനത എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അവിടെയാണ് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്നത്. അങ്ങനെ മാറ്റി നിർത്തിയിട്ട് അന്വേഷണം നടത്തേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നുവെങ്കിൽ ചോദിക്കുകയാണ്, മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നുവെങ്കിൽ മറ്റൊരു മന്ത്രിസഭയാണ് ഇത്തരത്തിൽ DGP കണ്ടെത്തിയ വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താതെ അദ്ദേഹത്തിനെതിരെ വീണ്ടും ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ പിണറായി വിജയൻ ആയ നേതാവ്, രാഷ്ട്രീയ നേതാവ് എന്തു പറയുമായിരുന്നു? ഉത്തരം പറയേണ്ടതാണ്. പക്ഷേ അവിടെയൊക്കെ വളരെ തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. എന്തായാലും ഈ മുഖ്യമന്ത്രിയും ADGPയുമായിട്ട് ചില ശരിയല്ലാത്ത ബന്ധങ്ങൾ
അത് നമ്മൾ അവിഹിത ബന്ധമൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് വേറെ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് എന്തായാലും ശരിയല്ലാത്ത ചില ബന്ധങ്ങൾ ഇവർ തമ്മിലുണ്ട്, ചില കമ്മ്യൂണിക്കേഷൻസും ചില ഡീലിങ്സും ഇവർ തമ്മിലുണ്ട് എന്ന് കേരള ജനത സംശയിച്ചാൽ തെറ്റു പറയാനില്ല.